ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനു ശേഷം ആദ്യമായി ഒരു മാധ്യമത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ സൈനിക നടപടിക്ക് പിന്നാലെ 12 ദിവസമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർമാരും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചത്. അതിനിടെ അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തു. തുടർന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാനും ബോംബാക്രമണം നടത്തിയിരുന്നു. ജൂൺ 24-നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ധാരണയായത്. യുദ്ധത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരു മാധ്യമത്തിനു മുന്നിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രത്യക്ഷപ്പെടുന്നത്. അമേരിക്കയുമായുള്ള ആണവ കരാറിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും തങ്ങളല്ല യുദ്ധം ആരംഭിച്ചതെന്നും ഏതെങ്കിലും വിധേന യുദ്ധം തുടരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും പെസഷ്കിയാൻ വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ തന്റെ രാജ്യത്തിന് ഒരു പ്രശ്നവുമില്ലെന്ന് പെസഷ്കിയാൻ കൂട്ടിച്ചേർത്തു. ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒരു പ്രശ്നവുമില്ല, എന്നാൽ ചർച്ച ആരംഭിക്കുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട്. എങ്ങനെയാണ് അമേരിക്കയെ ഒരിക്കൽ കൂടി വിശ്വസിക്കുക? ചർച്ചകളിലേക്ക് പ്രവേശിച്ചാൽ ഇതിനിടയിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് വീണ്ടും അനുമതി നൽകില്ലെന്ന് എന്താണ് ഉറപ്പെന്നും പെസഷ്കിയാൻ ചോദിക്കുന്നു. ട്രംപിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇറാൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാദവും പെസഷ്കിയാൻ തള്ളിക്കളഞ്ഞു. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയെ ഇറാനിലേക്ക് പ്രവേശിക്കുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറഞ്ഞു. ആണവ നിലയങ്ങളിൽ സംഭവിച്ച നാശത്തിന്റെ വ്യാപ്തി ഇപ്പോഴും അറിയില്ല. ആണവ കേന്ദ്രങ്ങളിലെ നാശനഷ്ടം സാരമായതിനാൽ അവിടേക്കുള്ള പ്രവേശനം സാധ്യമല്ല. പ്രവേശിക്കാൻ സാധിച്ചാൽ പരിശോധനയെക്കുറിച്ച് പരിഗണിക്കാം. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള ആക്രമണമായിട്ടും IAEA-യുടെ നിശബ്ദത ഇറാനികൾക്കിടയിൽ അവരോടുള്ള വിശ്വാസം ഇല്ലാതാക്കിയെന്ന് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നു. അതേസമയം ഇസ്രായേൽ തന്നെ വധിക്കാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലും ഇറാൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു. ഒരു യോഗത്തിനിടയിൽ ബോംബാക്രമണത്തിലൂടെ കൊലപ്പെടുത്താനായിരുന്നു ഇസ്രായേലിന്റെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.